തീർച്ചയായിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല തമ്പുരാൻ ഇതിന് പ്രതിഫലം തരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഈ ഷഹറിനെ നമുക്കങ്ങ് അടിച്ചു മാറ്റാം. അപ്പോൾ ഈ ഷഹർ ചെയ്യുന്ന ഭക്തികൾ വീണ്ടും വീണ്ടും ചെയ്യുന്നല്ലോ എന്ന് പറഞ്ഞുകൊണ്ടും കൂടി കമൻസ് ചെയ്തിരിക്കുന്നു. അവരോട് ഞാൻ പറയുന്നു, ഈ പ്രവർത്തനങ്ങൾ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഒരു മാസത്തിൽ ഒരു പ്രാവശ്യം നിങ്ങൾ ചെയ്യണം. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു പ്രധാനമായ വിഷയം എന്ന് പറയുന്നത്, ഒരുപാട് സഹോദരങ്ങൾ കമൻസ് ചെയ്തിരിക്കുന്നു. എന്താണെന്ന് പറഞ്ഞാൽ, അള്ളാഹുവേ അവർക്ക് സഹിക്കാൻ വയ്യ, ഷഹർ ചെയ്ത് ഒരുപാട് കുടുംബങ്ങളെ, ഒരുപാട് ജനങ്ങളെ തകർത്തിട്ടിരിക്കുന്നു. അതിൽ കുറേ ആളുകൾ ഇങ്ങനെ കമൻസ് ചെയ്തിരിക്കുന്നു. ഇതിന് തക്കതായ ഒരു പരിഹാര മാർഗം ഒന്ന് പറഞ്ഞു തരണേ എന്ന് പറഞ്ഞുകൊണ്ട് കമൻസ് ചെയ്തിരിക്കുന്നതനുസരിച്ച് അതിനൊരു പരിഹാര മാർഗം ഞാനിവിടെ പറയാൻ പോവുകയാണ്. നേരത്തെ 2-3 പരിഹാര മാർഗങ്ങൾ ഞാൻ പറഞ്ഞുവെങ്കിലും ഇപ്പോൾ ഈ പറയാൻ പോകുന്ന ഒന്നുകൂടി ശക്തിപ്പെടുത്തി അത് ഞാൻ ഇവിടെ പറയുകയാണ്. അപ്പോൾ ഈ ചെയ്യുന്ന കാര്യം നമ്മൾ നല്ല നിയത്തോടു കൂടി, നല്ല സ്വഭാവത്തിൽ കൂടി, നമ്മുടെ ഹൃദയശുദ്ധിയോടുകൂടി ചെയ്തെങ്കിൽ തന്നെ ഇത് സ്വീകരിക്കുകയുള്ളൂ. അത് സ്വീകരിച്ചെങ്കിലേ നമ്മൾ വിജയിക്കത്തുള്ളൂ. അപ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി ഹൃദയശുദ്ധിയോടുകൂടി, അടിയുറച്ച വിശ്വാസത്തോടുകൂടി, പടച്ചവനെ, അരമറാങ്ങിയനായ തമ്പുരാനെ, ഞാനതാ ഇത് ചെയ്യുന്നുണ്ട്, ഈ പ്രവൃത്തി ഇതിന് പരിഹാരമായി ഈ പ്രവൃത്തി ഇതാ ഞാൻ ചെയ്യുന്നുണ്ട്, ആ പ്രവൃത്തി നീ സ്വീകരിക്കണേ അല്ലാ എന്ന് നല്ലതുപോലെ ഹൃദയം അത് സ്വീകരിക്കണേ തമ്പുരാനെ എന്ന് അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് ഹൃദയത്തിൽ പതിപ്പിച്ചുകൊണ്ട് ആ മഹാനെ വിളിച്ചുകൊണ്ട് നിങ്ങൾ ഇത് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല തമ്പുരാൻ ഇതിന് പ്രതിഫലം തരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഈ ഷഹറിനെ നമുക്കങ്ങ് അടിച്ചു മാറ്റാം. അപ്പോൾ ഈ ഷഹർ ചെയ്യുന്ന ഭക്തികൾ വീണ്ടും വീണ്ടും ചെയ്യുന്നല്ലോ എന്ന് പറഞ്ഞുകൊണ്ടും കൂടി കമൻസ് ചെയ്തിരിക്കുന്നു. അവരോട് ഞാൻ പറയുന്നു, ഈ പ്രവർത്തനങ്ങൾ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഒരു മാസത്തിൽ ഒരു പ്രാവശ്യം നിങ്ങൾ ചെയ്യണം. അങ്ങനെ ഒരു മാസത്തിൽ ഒരു പ്രാവശ്യം വീതം നിങ്ങൾ കുറേ നാൾ ഇങ്ങനെ ചെയ്തു വന്നാൽ ഈ ചെയ്യുന്നവൻ ഹലാസായി അങ്ങ് പോകും, അവൻ ഹലാക്കിലേക്കായി പോകും, പിന്നെ അവൻ ചെയ്യുകയില്ല. ഈ ചെയ്യുന്നവരെ സംബന്ധിച്ച് ഞാനൊന്ന് പറയട്ടെ, ഈ ചെയ്യുന്നവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, അല്ലാഹുവേ, അനുഗ്രഹത്തിൻ്റെ നാഥാ പടച്ച തമ്പുരാനെ, റഹ്മത്തുൽ ആലമീനായ അല്ലാഹ് പറഞ്ഞിരിക്കുന്നു, ഷഹർ ചെയ്യുന്നവൻ്റെ ഒരു ഇബാദത്തുകളും ഞാൻ സ്വീകരിക്കുകയില്ല. നമസ്കരിക്കുന്നവനാണെങ്കിൽ അവൻ്റെ നമസ്കാരം കളയുന്നു, നോയമ്പ് പിടിക്കുന്നവൻ്റെ നോയമ്പിനെ കളയുന്നു, സക്കാത്ത് കൊടുക്കുന്നവൻ്റെ സക്കാത്തിനെ കളയുന്നു. ഏത് ഇൽമാണ് അവൻ ചെയ്യുന്നത്, അവൻ്റെ ഇൽമിനെ എല്ലാത്തിനെയും അള്ളാഹു തട്ടിക്കളയുന്നു. എന്നിട്ടവൻ്റെ പശ്ചാത്താപം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയുമില്ല. അതുകൊണ്ട് ഈ ദുഷ്പ്രവൃത്തി ചെയ്യരുതേ. താൽക്കാലികമായ ലാഭത്തിന് വേണ്ടി വ്യക്തി വൈരാഗ്യം വെച്ചുകൊണ്ട് ഈ ദുഷ്പ്രവൃത്തി നിങ്ങൾ ചെയ്യല്ലേ. ഈ ദുഷ്പ്രവൃത്തി ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്യുന്നവനെ സംബന്ധിച്ച് അവനിത് പുറത്തു കൊടുക്കുകയില്ല. അവൻ്റെ ഇൽമിനെ എല്ലാത്തിനെയും തട്ടി മാറ്റിക്കളയും. നാളെ അവൻ നരകത്തിൽ പോയേണ്ടിയും വരും. അല്ലാഹുവിൻ്റെ ജഹന്ന നരകത്തിൽ അവൻ പോയേണ്ടിയും വരും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ദുഷ്പ്രവൃത്തി നിങ്ങൾ ചെയ്യല്ലേ. വ്യക്തി വൈരാഗ്യമുണ്ടെങ്കിൽ പറഞ്ഞു തീർക്കണം. ഏതെങ്കിലും ഒരാൾ കുറേ ധനം ഉണ്ടാക്കി അവൻ നല്ലപോലെ ജീവിക്കുന്നത് കാണുമ്പോൾ അസൂയുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അവരുമായി സംസാരിച്ച് തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കി പല കുഴപ്പങ്ങൾ ഉണ്ടാക്കിയിട്ട് അവസാനം അവനുമായിട്ട് വിരോധിച്ച് വന്നിരുന്നു കൊണ്ട് അവനതാ ഷഹർ ചെയ്യുന്നു. 1000-ഓ 2000-ഓ 5000 രൂപ ചിലവാക്കുമ്പോൾ ഈ ഷഹർ എന്ന് പറയുന്ന ശുദ്രം അഥവാ കൂടുപാത്രം അവനിലേക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയണ്ടേ? കൂട്ടും ശൈത്താനെ അങ്ങ് അയക്കുകയാണ്. ശൈത്താനെ ആവാഹിച്ച് വെച്ചിട്ട് ആ ശൈത്താൻ അനുകൂലമായ കാര്യങ്ങൾ അവിടെ ചെയ്തു വെച്ചുകൊണ്ട് ആ ശൈത്താന് അങ്ങ് വിടുകയാണ് ഷഹർ. അതാണ് ഷഹർ. പിന്നെ ഷഹറുകൾ ചെയ്ത് ഭൂമിക്കടിയിൽ കുഴിച്ചിടുന്ന സ്വഭാവമുണ്ട്. ഇങ്ങനെ പല സ്വഭാവത്തിലുള്ള ഷഹറുകളൊക്കെ ചെയ്യാം. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല തമ്പുരാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഷഹർ ഏറ്റതിന് ശേഷം
ഖുർആൻ ഇറക്കിയിട്ടുണ്ട്, മറ്റൊരുപാട് പദ്ധതികൾ പറഞ്ഞിട്ടുണ്ട്. അത് കാരണമായി ഈ ഷെഹറിനെ നമുക്കങ്ങ് മാറ്റാം. ഒരുപാട് വഴികളുണ്ട്. അതിൽ പ്രധാനമായിട്ട് എളുപ്പമുള്ള വഴി ഒന്ന് ഞാൻ പറഞ്ഞു തരട്ടെ. അത് നിങ്ങളങ്ങ് ചെയ്യുക. അത് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ഷെഹറിനെ നമുക്ക് അടിച്ചു മാറ്റി സ്വസ്ഥതയിലേക്ക് നമുക്ക് നീങ്ങാൻ പറ്റും. ഈ ഷെഹർ കൊണ്ട് കുടുംബജീവിതത്തെ തകർക്കുന്നു, സാമ്പത്തിക ഭദ്രത തകർക്കുന്നു, തൊഴിലിനെ തകർക്കുന്നു, ജോലിയെ തകർക്കുന്നു, മറ്റെല്ലാ കാര്യങ്ങളെയും അടിച്ച് തകർത്ത് അവൻ്റെ കുടുംബത്തെ നശിപ്പിക്കുന്ന ഒരു പ്രത്യേകമായ ഒരു രൂപത്തിലുള്ള ഒരു നരകം പിടിച്ച ഒരു കാര്യമാണ് ഈ ഷെഹർ എന്ന് പറയുന്നത്. അള്ളാഹുവേ, ഇത് അള്ളാഹു ഇറക്കിയിരിക്കുന്നത് ജനങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടി കൂടി ഇറക്കിയിരിക്കുന്നതാണ്. ഈ ദുഷ്കർമ്മം ആരാണ് ചെയ്യുന്നതെന്ന് അള്ളാഹു എന്നറിയണം. അതിനുവേണ്ടി കൂടി ഇറക്കിയിരിക്കുകയാണ്. എന്നാൽ തന്നെ ഇതിന് മരുന്നും അള്ളാഹു തആല മറുസൈഡിൽ കൂടെ ഇറക്കിയിരിക്കുകയാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരു മരുന്ന് ഞാനിവിടെ പറയാൻ പോവുകയാണ്. എളുപ്പ മാർഗത്തിൽ കൂടി ഈ കാര്യം, വലിയ കാശൊന്നും ചെലവില്ലാത്ത ഇതിൽ കൂടി നമുക്ക് ഈ ഷെഹറിനെ അങ്ങ് മാറ്റാം. അതായത് മറ്റൊന്നുമല്ല, ഇപ്പോൾ ഒരു മന്ത്രവാദി പോയി കണ്ടു കഴിഞ്ഞാൽ അവർ എനിക്ക് ഷെയർ ഏറ്റു, ഞാൻ ഒരുപാട് സ്വത്തുക്കളൊക്കെ ഉണ്ടായിരുന്നു, ഇതെല്ലാം നഷ്ടപ്പെട്ട്. ഈ അടുത്ത കാലത്തൊരു മന്ത്രവാദി കണ്ടപ്പോൾ 50,000 രൂപ എൻ്റെ അടുത്ത് ചോദിക്കുക, എനിക്ക് പൈസ ഉണ്ടോ കൊടുക്കാൻ? എൻ്റെ പൈസ ഒന്നും ഇല്ല കൊടുക്കാൻ. ഞാൻ പിന്നെ സ്വന്തമായിട്ട് തന്നെ ഈ പദ്ധതികൾ ചെയ്ത് ഈ നാശം ഞാൻ ഇല്ലാതാക്കി. അപ്പോൾ അത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരികയാണ്. എന്താണെന്ന് ചോദിച്ചാൽ, ഏറ്റവും ഉന്നതരായ ഒരു മഹാശൈഖ് ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകണ്ട. ആ ശൈഖ് എന്ന് പറഞ്ഞാൽ ആരെന്നറിയാമോ? ഇരുന്ന ഇരിപ്പീന്ന് 7 ആകാശം കിട്ട മഹാനാണ്. ഇരുന്ന ഇരിപ്പീന്ന് 7 ആകാശം കണ്ടോവർ ഏറും മലക്കൂത്തിൽ രാജാളിരുന്നോറ്. ആ മഹാൻ അല്ലാഹു തആല വിളിച്ചത്, ഓമന പേരിട്ട് വിളിച്ചത് ലൗലൽ അയ്ളം എന്നാണ് ഓമന പേരിട്ട് വിളിച്ചത്. അത്ര മഹാനായ ഒരു മഹാപ്രഭയാണ് നമ്മളിതാ വിളിക്കാൻ പോകുന്നത്. ആ പ്രഭയുടെ പേരിൽ ഒരു കുത്തുബിയത്ത് നിങ്ങളെ നടത്തുക. കുത്തുബിയത്ത് എങ്ങനെ നടത്തണമെന്ന് ചോദിച്ചാൽ, പൈസ നിങ്ങൾക്ക് ഉണ്ടു എങ്കിൽ ഒരു 2-3 ആൾക്കാരെ, 3-4 എത്രയോ ആൾക്കാരെ കൂട്ടി ഇത് നടത്തണം. പിന്നെ പണമില്ല എങ്കിൽ ഒരാളിനെ വിളിച്ച് നടത്തിയാലും മതി. അതിന് നിവൃത്തിയില്ലെങ്കിൽ നിങ്ങൾക്കറിയാമെങ്കിൽ സ്വന്തമായിട്ട് വീട്ടിൽ നിന്ന് ചെല്ലിയാലും മതി. നിങ്ങൾ ദുആ ചെയ്താൽ മതി, അല്ലാഹു തആല സ്വീകരിക്കും. പിന്നെ മഹാൻ അവറുകൾ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളെ മഹാൻ അവറുകൾ സ്വീകരിക്കണം. മഹാൻ അവറുകൾ അങ്ങോട്ട് സ്വീകരിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഈ മഹാനുണ്ടല്ലോ, കുത്തുബുൽ അഖ്താബ് സയ്യിദ് മുഹ്യിദ്ദീൻ മഹാനവറുകൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഈ ശൈത്താനെ മഹാനെ അടിച്ചു മാറ്റുന്നു. ഈ ശൈത്താനെ ഉപദ്രവം പിന്നെ നിങ്ങൾക്കുണ്ടാകുകയില്ല. അതുകൊണ്ട് മഹാനവറുകൾ അങ്ങ് സ്വീകരിക്കണം. മഹാൻ ഇഷ്ടപ്പെടണം. മഹാൻ ഇഷ്ടപ്പെടണമെങ്കിൽ നിങ്ങളുടെ നീയത്തുകൾ കറക്റ്റായിരിക്കണം. അടിയുറച്ച വിശ്വാസത്തോടു കൂടി ഞാനിതാ ചെയ്യാൻ പോകുന്നു, ഈ കുത്തുബിയത്ത് ഞാൻ നടത്താൻ പോകുന്നു. പടച്ചവനെ, അർഹമറാഹിമായ തമ്പുരാനെ, നീ സ്വീകരിക്കണേ അല്ലാ എന്ന് അല്ലാഹുവിനെ ആദ്യമായി വിളിക്കുക. ശേഷം മുഹീദ്ദീൻ ഷേഖിനെയും വിളിക്കുക. അങ്ങനെ വേണം നിങ്ങൾ ഈ പ്രവൃത്തികൾ ചെയ്യേണ്ടത്. അപ്പോൾ ഈ പ്രവൃത്തി ചെയ്യുന്നതിന് സാമ്പത്തികമായ മാർഗങ്ങളുണ്ടെങ്കിൽ 2-3-4 ആൾക്കാരെ വിളിച്ച് നിങ്ങൾ നടത്താം. അതല്ലെങ്കിൽ ഒരാളിനെ വിളിച്ച് നടത്താം. അതിന് നിവൃത്തിയില്ല എങ്കിൽ സ്വന്തമായിട്ട് നിങ്ങൾക്ക് അറിയാമെങ്കിൽ അങ്ങനെ നടത്തിയാലും മതി. നടത്തുന്ന വിധം ഞാനൊന്ന് പറയട്ടെ, അതൊന്ന് ശ്രദ്ധിച്ച് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. അപ്പോൾ നടത്തുന്നതിന് വേണ്ടി പള്ളിയിൽ നിന്നോ മറ്റ് സ്ഥലങ്ങളിൽ നിന്നോ ഒരാളിനെ നിങ്ങൾ വീട്ടിൽ വരുത്തിയിരിക്കട്ടെ. അപ്പോൾ ആളിങ്ങോട്ട് വന്ന് ചോദിക്കും, ഉസ്താദെ ഒരു കുത്തുബിയത്ത് നടത്തണം എന്ന് നിങ്ങൾ അദ്ദേഹത്തോട് പറയുന്നു. അപ്പോൾ അദ്ദേഹം ചോദിക്കും, എന്തിനു വേണ്ടിയാണ് നിങ്ങൾ ഈ കുത്തുബിയത്ത് നടത്തുന്നത്? അത് ഞങ്ങളുടെ മനസ്സിനകത്ത് ചില കാര്യങ്ങളൊക്കെ ഉണ്ട്, നിങ്ങൾ തെളിച്ചൊന്നും പറയാൻ പാടില്ല. തെളിച്ചു പറഞ്ഞു പോയ സംഗതി പൊളിഞ്ഞ് പറയരുത്. ആ വരുന്ന ഒരു വ്യക്തിയെടുത്ത് നിങ്ങൾ പറയരുത്. അത് ഞങ്ങൾക്ക് ചില കാര്യങ്ങളൊക്കെ ഉണ്ട്, ചില നിയത്തുകളൊക്കെ ഉണ്ട്, അത് ഞങ്ങളുടെ മനസ്സിലാണ്. ഞങ്ങളുടെ അള്ളാഹ് ഇത് അറിയുന്നല്ലോ, മഹാനും ഇത് അറിയുന്നല്ലോ, അതുകൊണ്ട് നമുക്കിതൊക്കെ നടത്തണം എന്ന് നിങ്ങൾ പറയാവൂ. അങ്ങനെ പറഞ്ഞിട്ട് നിങ്ങൾ ഈ കുത്തിബിയത്ത് അങ്ങോട്ട് തുടങ്ങിക്കണം. അപ്പോൾ കുത്തിബിയത്ത് തുടങ്ങുമ്പോൾ അവർ അതിൻ്റെതായ ചടങ്ങനുസരിച്ച് അവരിതങ്ങോട്ട് ചെല്ലും. ഇത് ചെല്ലി ഇങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ ഒരു 3/4 ഭാഗമാകുമ്പോൾ ഒരു 12 റക്അത്ത് അല്ലാഹു സുബ്ഹാനഹു തആലയ്ക്ക് നിസ്കരിക്കണം. അത് പ്രത്യേകം നിയ്യത്ത് വെച്ചുകൊണ്ട് നിസ്കരിക്കണം. എന്നുവെച്ചാൽ ഞാൻ ഈ കുത്തുബിയത്ത് നടത്തിയല്ലോ, അള്ളാഹുവെ നീ സ്വീകരിക്കണേ, ഇതിനു വേണ്ടി റബ്ബേ നിനക്ക് ഞാൻ 2 റക്അത്ത് സുന്നത്ത് നമസ്കാരം നിസ്കരിക്കുന്നു എന്ന് ആദ്യം പറഞ്ഞ് കൈകെട്ടി ആ 2 റക്അത്ത് നിസ്കരിച്ചു. അങ്ങനെ 12 റക്അത്ത് നിസ്കാരം നിങ്ങൾ നിസ്കരിക്കണം. അത് നിസ്കരിച്ചതിന് ശേഷം ബാക്കി ഭാഗം ചെല്ലി തീർത്തിട്ട് 1001 വിളി മഹാനെ വിളിക്കണം. 1001 വിളിയിൽ ഒരു വിളിയും നിങ്ങൾ കുറയ്ക്കാൻ പാടില്ല, അവിടെ ഉറപ്പാൻ പാടില്ല. 1001 വിളിയും വിളിക്കണം. എങ്ങനെയാണ് 1001 വിളിക്കുന്നത്? യാ ഗൗദിയ മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി, യാ സയ്യിദ് മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി, യാ കുത്തുബ് മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി, യാ സുൽത്താൻ മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി എന്നൊക്കെയുള്ള വിളികൾ 1001 പ്രാവശ്യം വിളിച്ചിട്ട് അല്ലാഹുവേ
ഈ വിളി അങ്ങ് തീർത്തിട്ട് നല്ല ശക്തമായ രീതിയിൽ കൂടി ഖേദിച്ചു മടങ്ങിക്കൊണ്ട് ഒരു ദുആ അങ്ങ് ചെയ്തു കഴിഞ്ഞാൽ മഹാനവറുകളങ്ങ് സ്വീകരിക്കും. മഹാൻ സ്വീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി, നിങ്ങൾ ഈ ആഗ്രഹങ്ങൾക്ക് വേണ്ടി മഹാനായ സയ്യിദ് മുഹിയുദ്ദീൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥന നിങ്ങൾക്കങ്ങ് കിട്ടുന്നതാണ്. അങ്ങനെ കിട്ടുമ്പോൾ നിങ്ങൾ ഈ ശല്യം, ഈ വിപത്തായ ശല്യം, ഈ ഷഹർ എന്ന് പറയുന്ന സാധനം, ഈ ശൈത്താൻ ഇവിടെ ഓടുന്ന ഓട്ടത്തിന് പുല്ല് കളിക്കാത്തതിൽ കൂടി അവൻ തീ പിടിച്ചുകൊണ്ടായിരിക്കും അവൻ ഓടുന്നത്. ഈ വീട്ടിനകത്തായാലും ശരി, നിങ്ങളിലായാലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തീ പിടിക്കത്തില്ലേ? തീ പിടിച്ചാൽ എന്തായിരിക്കും ഒരു മനുഷ്യൻ്റെ അവസ്ഥ? അതുപോലെ തീ പിടിച്ച് അവൻ ഇവിടെ നിന്ന് ഓടുന്നതായിരിക്കും. പിന്നെ അവൻ വരികയില്ല. അങ്ങനെ അവൻ പോയിട്ട് അവൻ തിരിച്ചൊന്ന് വരും. വരുന്നതിനെ തടയുന്നതിന് വേണ്ടി, അതുപോലെ ആണിനെ അടി കൊടുത്താൽ തന്നെയും അടി കൊണ്ടിട്ട് പോകുന്ന തിരിഞ്ഞു നോക്കത്തില്ലേ? അതുപോലെ തിരിഞ്ഞു നോക്കിയും ശല്യപ്പെടുത്താൻ വീണ്ടും വരുമ്പോൾ ആ കുത്തിവെത്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത്, ബഹുമാനപ്പെട്ട അസ്ഹാബുൽ ബദരീങ്ങൾക്ക് ഒരു ഫാത്തിഹയും കൂടി ഓതി ദുആ ചെയ്യണം. ഇതും കൂടി നിങ്ങൾ ചെയ്യണം. അപ്പോൾ ഇത് ഈ കുത്തിവെത്ത് നടത്തുന്നതിന് മുമ്പ് ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി, അതും കൂടിയാണെന്ന് പറയട്ടെ. അംബിയാ മുർസലീങ്ങൾക്ക് കുത്തിവെത്ത് നടത്തുന്നതിന് മുമ്പായിട്ട് തന്നെ അംബിയാ മുർസലീങ്ങൾക്ക് ഒരു ഫാത്തിഹ ഓതി ദുആ ചെയ്തിട്ട് വേണം കുത്തിവെത്ത് തുടങ്ങേണ്ടത്. ഇത്രയും കാര്യങ്ങൾ മനോഹരമായിട്ട് ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ചെയ്യുക. നിങ്ങളുടെ ശല്യം, നിങ്ങളെ ഈ ഷഹർ വന്ന് ഭവിക്കുന്ന ഈ ശല്യം അങ്ങ് ഒഴിവാകുകയും അതിനുശേഷം നിങ്ങളുടെ ബിസിനസ്സിലായാലും ശരി, മറ്റ് പ്രവർത്തനങ്ങളിലായാലും ശരി, എല്ലാ കാര്യത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടുവരും. എല്ലാത്തിലും വിജയത്തിലേക്ക് നിങ്ങളെ ആകുകയും ചെയ്യും. നിങ്ങൾക്കെല്ലാം ഒരു കുളിർമകളാണ് ആ സമയത്ത് ഉണ്ടാകുന്നത്. മനസ്സിനൊരു കുളിർമയുണ്ടാകും. വളരെ നല്ലൊരു കാര്യമാണ്. മഹാനെ വിളിച്ച് മഹാനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് ആ കുത്തിവെത്ത് നടത്തുമ്പോൾ തന്നെ അറിയാൻ കഴിയും നമ്മളെ കാര്യം വിജയിച്ചല്ലോ എന്ന്. അത്ര ഭക്തിയോടുകൂടി വേണം ഈ കുത്തിവെത്ത് ചെല്ലേണ്ടത്. അപ്പോൾ നിങ്ങൾ കൂടി നിങ്ങൾ ചെല്ലണം. ആളെ വിളിക്കാൻ നിവൃത്തിയില്ലെങ്കിൽ സ്വന്തമായിട്ട് ചെല്ലണം. എന്നിട്ട് നിങ്ങൾ മാസത്തിൽ ഒരു പ്രാവശ്യം വീതം ഇതൊക്കെ ചെല്ലിക്കൊണ്ടിരിക്കണം. അപ്പോൾ പിന്നെ ഈ രണ്ടാമത് ഷെയർ ചെയ്താൽ അത് എറിക്കുന്ന ഒരു പരിപാടിയില്ല. അപ്പോൾ അത് യുക്തിപരമായിട്ടും ബുദ്ധിപരമായിട്ടും അത് നല്ല സത്യസന്ധമായിട്ടും ഹൃദയശുദ്ധിയോടുകൂടിയും നിങ്ങൾ മഹാനെ വിളിച്ച് ഈ കുത്തിവെത്ത് നടത്തിയാൽ അത് പൂർണ്ണമായ ഒരു വിജയം അല്ലാഹു സുബ്ഹാനഹു വ തആല തമ്പുരാൻ അത് തരും. അതിനകത്ത് യാതൊരു തർക്കവുമില്ല. ഞാനിങ്ങനെ ചെയ്ത് എൻ്റെ സമ്പത്ത് ഒരുപാട് നഷ്ടപ്പെട്ടു പോയി. ആദ്യം അവസാനം ഞാൻ ഇത് ചെയ്തതായിട്ടാണ് ഈ ഷെയറിനെ ഞാൻ അടിച്ചു മാറ്റിയതും ഇന്ന് ഞാൻ ഈ ഭൂമി ലോകത്ത് നിൽക്കുന്നതും. വലിയ ഷെയറാണ് എനിക്ക് പാർട്ടികൾ ചെയ്തത്. ഞാൻ അതിൽ നിന്ന് രക്ഷപ്പെട്ടത് ബഹുമാനപ്പെട്ട മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി മഹാനവറുകളെ വിളിച്ച് ഞാൻ നീത്ത് വെച്ച് ഇത് ചെയ്തപ്പോൾ മഹാൻ സ്വീകരിക്കുകയും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കാര്യം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു. ഇതെല്ലാം നമുക്ക് സാധിച്ചു തരുന്നത് അള്ളാഹു തആലയാണ് നമുക്ക് സാധിച്ചു തരുന്നത്. അവർ നമുക്ക് ദുആ ചെയ്യും. നമുക്ക് വേണ്ടി മഹാന്മാർ ദുആ ചെയ്യും. നമ്മുടെ ദുആയും അവരുടെ ദുആയുമായിട്ട് വ്യത്യാസമില്ലേ? മുഹ്യിദ്ദീൻകാരാണ് നമ്മൾ ആരാണ്? അത്രത്തോളം ഉന്നതനായ മുഹ്യിദ്ദീൻ ലാഹിരി നമ്മളെ ഒന്ന് സഹായിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബം അതാ രക്ഷപ്പെട്ടു കഴിഞ്ഞു. നമ്മൾ വിജയത്തിലേക്കായി. അതുകൊണ്ട് ഇത് ചെയ്യുക. തൽക്കാലം ഞാൻ നിർത്തുന്നു. ഇത് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണമെന്ന് കൂടി പറഞ്ഞുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.